മഴവിൽ മനോരമയിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിലൂടെ കുടുംബ പ്രേക്ഷകർക്കിടയിൽ സുപരിചിതനായ താരമാണ് യുവകൃഷ്ണ. രേഖ രതീഷ്, ശാലു മേനോൻ, മാളവിക വെയിൽസ് എന്നിവരായിരുന്നു സീരിയലിലെ മറ്റു താരങ്ങൾ. മഞ്ഞിൽ വിരിഞ്ഞ പൂവിൽ മാളവിക വെയിൽസിനൊപ്പം മനു പ്രതാപ് എന്ന നായകവേഷമായിരുന്നു യുവകൃഷ്ണ ചെയ്തത്. ഇതിൽ ആദ്യമൊക്കെ നെഗറ്റീവ് റോൾ ആയിരുന്നെങ്കിലും പിന്നീട് മാറിവന്ന താരത്തെ പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങുകയും ചെയ്തിരുന്നു. നടൻ, മോഡൽ, മെന്റലിസ്റ്റ് തുടങ്ങിയ നിലകളിലും യുവകൃഷ്ണ അറിയപ്പെടുന്നു. സീരിയൽ രംഗത്ത് എത്തുന്നതിന് മുൻപ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ കസ്റ്റമർ സർവീസ് വിഭാഗത്തിൽ ഏകദേശം 6 മാസത്തോളം ജോലി ചെയ്ത താരം പിന്നീട് ആ ജോലി ഉപേക്ഷിക്കുകയായിരുന്നു. അതിനുശേഷം 3 വർഷക്കാലം തിരുവനന്തപുരം തീം പാർക്കിൽ ഇല്യൂഷനിസ്റ്റായി ജോലി ചെയ്തിരുന്നു. മോഡലിംഗ് രംഗത്തെത്തിയ താരം ഒരുപാട് ഫാഷൻ ഷോകളിലും റാമ്പ് വാക്കിലും പങ്കെടുത്തിട്ടുണ്ട്. മോഡലിംഗിലൂടെയാണ് താരം അഭിനയ രംഗത്ത് എത്തിയത് തന്നെ. ടെലിവിഷൻ ഷോകളിലും സജീവമാണ് യുവകൃഷ്ണ. സീരിയൽ താരം മൃദുല വിജയെയാണ് താരം വിവാഹം ചെയ്തിരിക്കുന്നത്. കൃഷ്ണ തുളസി എന്ന പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് മൃദുല വിജയ്. 2021 ഇരുവരും വിവാഹിതരായത്. ഇരുവർക്കും ധ്വനി എന്നു പേരുള്ള ഒരു മകൾ കൂടിയുണ്ട്. മകൾ ധ്വനിയും യുവയോടൊപ്പം തന്റെ ആദ്യ സീരിയലായ മഞ്ഞിൽ വിരിഞ്ഞ പൂവിൽ അഭിനയിച്ചിട്ടുണ്ട്. കുഞ്ഞിന് 36 ദിവസം പ്രായമുള്ളപ്പോഴാണ് താരം തന്റെ മകളെ സീരിയലിലേക്ക് കൊണ്ടുവന്നത്. ഒരു ദിവസത്തെ ഷൂട്ട് മാത്രമേ കുഞ്ഞിനുണ്ടായിരുന്നുള്ളൂ. ഭാര്യയായ മൃദുലയുടെ മെറ്റർനിറ്റി ചടങ്ങും വളക്കാപ്പ് ചടങ്ങുമൊക്കെ അന്ന് സോഷ്യൽ മീഡിയയിൽ ആഘോഷമായി മാറിയിരുന്നു. തന്റെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ വിശേഷങ്ങളും യുവകൃഷ്ണ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് പരസ്പരം നന്നായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് താരം പറയുന്നു. പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന താരജോഡികളാണ് യുവകൃഷ്ണയും മൃദുല വിജയും. ഇപ്പോൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം രണ്ടുപേരും ഇപ്പോൾ സീരിയൽ രംഗത്ത് സജീവമാണ്. മൃദുല വിജയ് ഏഷ്യാനെറ്റിലെ ഇഷ്ടമാത്രം എന്ന സീരിയലിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത്. ജാനകിയുടെയും അഭിയുടെയും വീട് എന്ന പരമ്പരയിൽ അഭി എന്ന കഥാപാത്രമായിട്ടാണ് യുവകൃഷ്ണ ഇപ്പോൾ അഭിനയിക്കുന്നത്. മിനിസ്ക്രീൻ പരമ്പരകളിൽ നായകനായും വില്ലനായും തിളങ്ങി നിൽക്കുന്ന യുവകൃഷ്ണയുടെ അഭിനയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമ, സീരിയൽ വിശേഷങ്ങൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.